എന്തായാലും നമ്മളൊരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യണം. അപ്പം നമ്മളെന്തായാലും എൻ്റെ ഈ ലുക്ക് നമുക്ക് ഒന്ന് മാറ്റട്ടോ, ഈ ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്യാം. ഇത് കണ്ടിട്ട് നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടുള്ള ലുക്ക് എനിക്ക് ഞാൻ പറഞ്ഞില്ല ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാണ്. ഈ വൈറ്റും എന്താ പറയുക ഈ യെല്ലോ പോലെ ഈ ഒരു ഷാളും യെല്ലോ പോലത്തെ ഈ ഒരു ഷാളും വരുന്ന ഈ ഒരു ഡ്രസ്സിൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. നല്ല അടിപൊളി ലുക്കായിട്ടുണ്ട്. അപ്പം നമ്മൾ ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വ്ളോഗിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഡെയിലി വ്ളോഗായിട്ടാണ് വീഡിയോ ഇടാറുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ പറയുക ഷോർട്സൊക്കെ ആയിട്ട് നമ്മൾ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്തിട്ടുണ്ട്. അതുപോലെ ലോങ് വീഡിയോയുടെ ഇടയ്ക്ക് നമ്മൾ ഒരു കുഞ്ഞ് ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഫുള്ളായിട്ടൊന്ന് ഞാൻ ഒരുങ്ങണത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക നമ്മൾ ഒരുപാട് വില കൂടിയ പ്രൊഡക്റ്റ് ഒന്നല്ല കേട്ടോ, നമുക്ക് വാങ്ങാൻ പറ്റി നമ്മൾ സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റിയ കുറച്ച് പ്രൊഡക്റ്റൊക്കെ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഇന്നത്തെ നമ്മൾ റെഡി ആവുന്നത്. നമ്മളിങ്ങനെ ഒരുപാട് യൂട്യൂബേഴ്സും അല്ലെങ്കിൽ വീഡിയോയിൽ കാണുന്ന നല്ല റേറ്റ് കൂടിയ കുറേ പ്രൊഡക്റ്റും അത് കാണുമ്പോൾ നമുക്ക് എന്താ തോന്നുക അത് വാങ്ങണം എന്നൊക്കെ തോന്നും. പക്ഷെ നമ്മൾ സാധാരണക്കാർക്ക് ചിലപ്പോൾ അത് വാങ്ങാൻ പറ്റിയെന്ന് വരില്ല. നമ്മൾ എന്ത് സ്കിപ്പ് ചെയ്താലും മോയ്സ്ചറൈസർ നമ്മൾ ഫേസിൽ നിന്ന് സ്കിപ്പേ ചെയ്യരുത്. അത് നമ്മൾ എത്ര പൈസ കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു എമൗണ്ട് നമ്മൾ കണ്ടെത്തിയേ തീരുള്ളൂ. കാരണം നമ്മൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്താൽ തന്നെ നമ്മുടെ ഫേസിലുള്ള പകുതി മുക്കാൽ പ്രോബ്ലംസ് മാറിക്കിട്ടും കേട്ടോ. ഞാൻ മോയ്സ്ചറൈസറായിട്ട് അലോവേറ ജെല്ലാട്ടോ യൂസ് ആക്കൽ. അത് ഞാൻ ഈ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താ പറയുക നമ്മളൊരു 30+ എബോ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമ്മളെ സ്കിന്നിന് നല്ലോണം എന്താ പറയുക ഈ കറുത്ത പാടുകളൊക്കെ വന്നിട്ട് രണ്ട് സൈഡിലും അങ്ങനെ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ട് എനിക്ക് അറിയട്ടോ. അപ്പം അതിൻ്റെ എന്താണ് ഒരു റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ സൺസ്ക്രീന് ഉപയോഗിക്കാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് കേട്ടോ. അപ്പം എല്ലാവരും മസ്റ്റായിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യാം. പിന്നെ ഞാനിപ്പോൾ എന്താ പറയുക ജസ്റ്റ് ഞാൻ ഒരു ഒരുങ്ങുന്ന വീഡിയോ അല്ല, അപ്പം ഞാൻ സൺസ്ക്രീൻ ഞാൻ ഇടുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഫേസിൽ ഫസ്റ്റ് മോയ്സ്ചറൈസർ ഇടാം. ഞാനിപ്പോൾ എൻ്റെ കുളി കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിലുള്ള നാച്ചുറലായിട്ടുള്ള അലോവേറ ജെല്ല് കുറച്ച് തേച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് അപ്പം നമുക്ക് ഇതും കുറച്ചിടാം കേട്ടോ. ഞാൻ ഒരുപാടൊന്നും യൂസ് ചെയ്യണില്ല കേട്ടോ, കാരണം നമ്മൾ പുറത്തേക്കൊന്നും പോകണില്ല. ജസ്റ്റ് നമ്മൾ തേക്കുന്നതുള്ളല്ലോ, കുറച്ചുള്ളൂ ഞാൻ അപ്ലൈ ചെയ്യണത്. നമ്മൾ മോയ്സ്ചറൈസർ ഇട്ടാൽ തന്നെ നമ്മളെ സ്കിന്നൊന്നൊരു എന്താ പറയുക ഒരു പ്ലമ്മായിട്ടും ഒരു പ്ലമ്മി ടൈപ്പായിട്ട് നല്ലൊരു എന്താ പറയുക ഒരു ഗ്ലോ ലുക്കായിട്ട് മാറൂട്ടോ നമ്മൾ പിന്നെ ഞാൻ ഇനി അടുത്തത് ഒരു ഫൗണ്ടേഷൻ ആട്ടോ യൂസ് ചെയ്യുന്നത്. ഈ ഫൗണ്ടേഷൻ ഞാൻ ചിലപ്പോൾ BB ക്രീമായിട്ട് യൂസ് ആക്കലുണ്ട്. പിന്നെ അതുപോലെ ഇതാ എൻ്റെ കയ്യിലുള്ളത് ഡാസിലറിൻ്റെ ഫൗണ്ടേഷനാണ്, ഇത് യൂസ് ആക്കലുണ്ട്. പിന്നെ ലാക്മിയുടെ ഫൗണ്ടേഷന് അത് ഞാൻ നല്ലോണം കുറേ കാലം യൂസ് ചെയ്തിട്ടുണ്ട്. ലാക്മിയുടെ ഫൗണ്ടേഷൻ അടിപൊളിയാണ്. എൻ്റെ സ്കിന്നിന് അങ്ങനെ എന്താ പറയുക ഈ ചിലർക്ക് ഉണ്ടാവും എന്തെങ്കിലും ഉപയോഗിച്ചാൽ നല്ല കുരു വരിക അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. എനിക്ക് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. കിട്ടണ ഞാൻ വീടിൻ്റെ ചില വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കിട്ടണ എന്ത് തൈര് മോര് പാലൊക്കെ അപ്ലൈ ചെയ്താലും ഇതുവരെ ഒന്നും വന്നിട്ടില്ല കേട്ടോ, ഇനി വരാതിരിക്കട്ടെ. അപ്പോൾ എന്താ പറയുക ഇത് ഡാസിലറിൻ്റെ ഒരു ഫൗണ്ടേഷനാണ്. പിന്നെ ഇത് എന്താ പറയുക ഇത് വലിയ നമ്മളൊരു 200 ഉള്ളിലൊക്കെ ഉള്ള റേറ്റ് ഇതിന്. ലാക്മിയുടേന് അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ, ഒരു എന്താ പറയുക 300 ഉള്ളിലൊക്കെ ഉള്ള നമ്മളെ പ്രൈസ് വരും കേട്ടോ. ഇത് എന്താണ് VJ ജോണിൻ്റെ വുമൺ മേക്കപ്പ് ഫൗണ്ടേഷൻ വിത്ത് വിറ്റാമിൻ റോൾ ഓൺ ആണ് കേട്ടോ. നമ്മൾ എന്താ പറയുക ഇങ്ങനെ ഫേസിലിങ്ങനെ റൗണ്ടായിട്ട് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. കൈക്ക് വേണമെങ്കിൽ കൈക്കെടുത്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം, ഇല്ലെങ്കിൽ ഇതുപോലൊരു റോൾ ഓൺ ആണ് കേട്ടോ. ഇത് നമ്മൾ എന്താ പറയുക ഇത് കൈക്കെടുത്തിട്ട് അപ്ലൈ ചെയ്യണം. ഇതിന് രണ്ടിന് കളർ വ്യത്യാസമാണ്. ഇത് നല്ലൊരു എന്താ പറയുക സ്കിൻ ടോൺ ഒന്നും പാടി ഒരു കുറച്ച് ഇമ്പ്രൂവ് ആയിട്ടുള്ള ഒരു ടൈപ്പ് കളറാണ് കേട്ടോ. ഇത് കുറച്ച് ഡാർക്കായിട്ടുള്ള കളറാണ് കേട്ടോ. ഇത് കുറച്ചൊന്ന് ഡാർക്കായിട്ടുള്ള കളറാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക ഞാൻ നല്ല ഒരു ഫെയറി കളറൊന്നും തന്നെ ഇപ്പോൾ കണ്ടില്ല. കഴുത്ത് നല്ല ബ്രൈറ്റാണ്, ഫേസ് കുറച്ച് അതിനൊരു കളർ കമ്മിയാണ് കേട്ടോ. പിന്നെ അതുപോലെ നമ്മളെ എന്താ പറയുക
ഇവിടുത്തെ കളർ കണ്ടില്ല, നല്ല അങ്ങനെ ഒരു ഫുള്ളായിട്ട് ഈവൻ ടോൺ ആയിട്ടുള്ള ഒരു സ്കിന്നല്ല കേട്ടോ. പിന്നെ ഞാനതിങ്ങനെ അതിലേക്ക് ഇങ്ങനെ ഓരോ ഇതുപോലെ കൃത്യമായിട്ട് ക്ലെൻസ് ചെയ്യുക, മോയ്സ്ചറൈസർ ചെയ്യുക, സൺസ്ക്രീൻ ഇടുക, അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മളെ സ്കിന്ന് ഏകദേശം എല്ലായിടത്തും ഒരു കളറായിട്ട് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഞാൻ പറഞ്ഞില്ലേ ബി ക്രീമും ഞാൻ യൂസ് ആക്കലുണ്ടെന്ന്. ഇത് ഗ്ലോ ലോലിയുടെ BB മൾട്ടി വിറ്റാമിൻ ക്രീമാണ് കേട്ടോ. ഇത് നല്ല അടിപൊളിയാണ് കേട്ടോ. ഞാൻ അധികം എൻ്റെ സ്കിന്നൊരു ഓയിലി ടൈപ്പാണ്. അപ്പോൾ എന്താ പറയുക, എന്ത് പ്രൊഡക്റ്റ് ഇട്ടാലും കുറച്ച് കഴിഞ്ഞാൽ നല്ല വിയർത്ത് ഇങ്ങനെ ഒലിച്ച് പോകും കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ഇടേണ്ടി വരും നമ്മളെ മേക്കപ്പ് കിട്ടും. പക്ഷെ ഈ ഒരു സംഭവം BB ക്രീം ഇട്ടാൽ എന്താ പറയുക, വീഡിയോ എടുക്കുമ്പോൾ ഫാന് കെടുത്തിയിട്ടുണ്ട്. അപ്പം തന്നെ കണ്ടോ ഞാൻ പകുതി ഇങ്ങനെ വേർക്കുണ്ട് കേട്ടോ. അപ്പോൾ BB ക്രീം യൂസ് ആക്കിയാൽ എന്താ പറയുക, ഞാൻ അധികം ഇങ്ങനെ കുറച്ച് നേരം ലോങ് ആയിട്ട് മേക്കപ്പ് എന്താ പറയുക ലാസ്റ്റ് ചെയ്യും കേട്ടോ, ലോങ് ആയിട്ട് നിൽക്കും. അപ്പോൾ ഇത് യൂസ് ആക്കലുണ്ട്. അപ്പം ഇന്ന് നമുക്ക് 2-3 ഫൗണ്ടേഷൻ ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ ഈ ഫൗണ്ടേഷൻ യൂസ് ആക്കാം കേട്ടോ. ഒന്ന് കുളിക്കണം കേട്ടോ. പിന്നെ കഴുത്തിലും നമ്മൾ ഫേസിലിടണം അതേപോലെ കഴുത്തിലിടണം കേട്ടോ. ഇപ്പം ഞാൻ കഴുത്തിൽ ഇടുന്നില്ല, പക്ഷെ നമ്മൾ പുറത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ മസ്റ്റായിട്ട് സ്കിന്നിലിടുന്ന പോലെ ഫൗണ്ടേഷൻ നമ്മൾ കഴുത്തിലിടണം. ഇത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബഫൊക്കെ യൂസ് ആക്കാം കേട്ടോ. ബഫ് ഞാൻ ഇതിൻ്റെ മുന്നേക്ക് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു, പിന്നെ അത് കേടന്നിട്ട് ഞാൻ വാങ്ങിയിട്ടില്ല. അപ്പോൾ കൈ കൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കട്ടോ. നമ്മൾ ഫൗണ്ടേഷൻ നല്ല ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. ഞാനങ്ങനെ എന്താ പറയുക, എനിക്ക് തോന്നട്ടോ ഓവറായിട്ട് ഫൗണ്ടേഷൻ ആണെങ്കിൽ ഇടയ്ക്ക് ഞാൻ ഓവർ എന്നല്ല, നമ്മൾ കുറച്ചും കൂടി ബ്രൈറ്റ് ആവണമെങ്കിൽ കുറച്ചും പാടി അങ്ങനെ യൂസ് ചെയ്യും. പിന്നെ കുറച്ച് മതിയെങ്കിൽ നമുക്ക് ഓരോ നേരത്തെ ഓരോ മൈൻഡ് ആക്കാറല്ലോ. അപ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ യൂസ് ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഐബ്രോണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഈ ഐബ്രോ പെൻസിൽ കൊണ്ടൊന്ന് ഫില്ല് ചെയ്യുക. ഇവിടെ ഞാൻ ഫേൻ കത്തിക്കാൻ കേട്ടോ, അല്ലെങ്കിൽ ഞാൻ പറയാം ഭയങ്കര വെറുതെ ടൈപ്പാണ് ഞാൻ. ഫേൻ വിളിച്ചാൽ ഇട്ടാൽ അതിൻ്റെ ഒരു സൗണ്ട് ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ അതിൽ വരും. പിന്നെ നമുക്കത് കളയാൻ ഭയങ്കര പണിയൊക്കെ ആയിട്ട്, അതുകൊണ്ട് ഫാൻ നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ എഴുതലുള്ളൂ ചെയ്യൽ. പിന്നെ നമ്മൾ ഐബ്രോ ഫില്ല് ചെയ്യാൻ ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട്. എന്താ പറയുക, ആ പ്രൊഡക്റ്റ് ഒന്നും എൻ്റെ കയ്യിലില്ല. ഞാൻ ജസ്റ്റ് ഇതാ നമ്മൾ ഐലൈനർ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കും. പിന്നെ നമ്മൾ കുറച്ച് ഐഷാഡ് എഴുതണ്ട കേട്ടോ. ഞാനങ്ങനെ എപ്പോഴും ഐഷാഡ് ഉപയോഗിക്കാത്ത ഒരാളാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് എപ്പോഴേലും മാത്രമുള്ള ഐഷാഡ് ഞാൻ ഉപയോഗിക്കൽ. നമുക്ക് കുറച്ച് ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ഞാൻ ഐഷാഡ് യൂസ് ആക്കലില്ല. ഇതാ നമ്മൾ ഡാസിലറിൻ്റെ ഒരു ഐബ്രോ പെൻസിലാണ് കേട്ടോ. ഐബ്രോ പെൻസിലല്ല, ഡാസിലറിൻ്റെ ഐലൈനർ അല്ല, സ്റ്റിക്കായിട്ടുള്ളതാണ് കേട്ടോ. നമുക്കത് യൂസ് ആക്കാം. ഇനി ഇത് ലാക്മിയുടെ ഐലൈനറാണ് കേട്ടോ. ഇതിൻ്റെ ഫേവറേറ്റ് ആണ് ഇതും. പിന്നെ എന്താ പറയുക, ഇത് വേറൊരു ഇതാണ് കേട്ടോ, അൾട്ടിമേറ്റ് ഐലൈനർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതെന്താ പറയുക, നമുക്ക് പറിച്ചെടുക്കാൻ പറ്റൂലേ, ആ ഒരു സാധനമാണ് കേട്ടോ. ചെയ്തിട്ട് നമ്മൾ ഐ നല്ല സെറ്റാക്കിക്കണം കേട്ടോ.
ഇനി നമുക്ക് ലിപ് ബാം യൂസ് ആക്കട്ടോ. ലിബാസിലറിന്റെ ലിപ് ബാം ആണ് കേട്ടോ. ഈ ലിപ് ബാം ഒക്കെ ഇതാ എൻ്റെ മക്കൾ എടുത്തിട്ട് എന്താ പറയാ അതൊക്കെ പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലത്തെ സാധനം പൊട്ടിച്ചിട്ട് ഇതാ പൊട്ടതിൻ്റെ അവസ്ഥ. പകുതി ഇതിൻ്റെ ഉള്ളിലും പകുതി ഇതിൻ്റെ ഉള്ളിലുമാണ്. പക്ഷെ എന്നാൽ നമുക്ക് യൂസ് ചെയ്യാം. ആണ് അങ്ങനെ കേട് വന്നിക്കോളൂ. കേടല്ല, ഐ മീൻ എന്താ പറയാ, ഇതുപോലെ കേടെടുത്തേക്കൊന്ന് വെച്ചിട്ട് യൂസ് ആക്കാതിരിക്കൊന്നുമില്ല കേട്ടോ. നമുക്ക് ലിപ് ബാം അപ്ലൈ ചെയ്യാം. നമ്മള് ഇനി നമ്മളെ മസ്റ്റ് ആയിട്ടുള്ള ഒരൈറ്റാണ് ലിപ്സ്റ്റിക്ക്. ഇനി നമ്മൾ എന്താ പറയാ, ഫേസ് ഒന്ന് ഗ്ലോ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ലിപ്സ്റ്റിക് ഇട്ടാൽ നമ്മളെ ഫേസ് നല്ല ഗ്ലോ ആവട്ടെ. ഇത് എല്ലാവർക്കും അറിയാം. നമ്മൾ ജസ്റ്റ് നമ്മളെ ഫേസിൽ നമ്മളെ ലിപ്പിൽ നമ്മൾ ലിപ്സ്റ്റിക് ഇട്ടാലും നമ്മളെ ഫേസ് നല്ല ഗ്ലോ ആവും. അപ്പം ഇനി ഇതൊന്നും ഇടാൻ താല്പര്യമില്ലാത്തവർക്ക് ലിപ്സ്റ്റിക്ക് മാത്രമായിട്ട് യൂസ് ആക്കട്ടോ. ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാം. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ആണ്. വലിയ എമൗണ്ട് ഒന്നും ഒരു 100 ഉള്ളിലുള്ളൂ. അപ്പം അതാ നമ്മൾ ലിപ്സ്റ്റിക് ഇട്ടു. അതേപോലെ തന്നെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കളറാണ്, ന്യൂഡ് ആയിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. ഇത് എല്ലാവർക്കും അത് ഡാസിലറിന് നല്ല എന്താ പറയാ, നല്ലൊരു ഫേമസ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ആണ്. ഫേമസ് പറഞ്ഞാൽ നമ്മൾ ന്യൂഡായിട്ടുള്ള ന്യൂഡായിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. അപ്പം ഇത് യൂസ് ആക്കലുണ്ട്. നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ ഇതൊന്ന് കുറച്ച് ഇട്ട് നോക്കട്ടെ. ഇങ്ങനെ എനിക്ക് ചില ഭ്രാന്തൊക്കെ ഉണ്ട്. ചിലപ്പോൾ ഈ ലിപ്സ്റ്റിക് കുറച്ച് തേച്ചിട്ട് ഈ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യും, അല്ലെങ്കിൽ ഈ ലിപ്സ്റ്റിക് ആദ്യം ഇട്ടിട്ട് പിന്നെ ആ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യും. അങ്ങനെയൊക്കെ ചില ഭ്രാന്തുകൾ കിട്ടും. പക്ഷെ അങ്ങനെ അപ്ലൈ ചെയ്താൽ ചിലപ്പോൾ വേറൊരു കളർ കിട്ടും. അപ്പം നല്ലൊരു കാണാൻ നല്ല ഭംഗി ഉണ്ടാവും. ഏകദേശം കംപ്ലീറ്റ് ആയിട്ടോ. അപ്പോൾ ഇനി നമ്മൾ എന്താ പറയുക, കുറച്ച് ബ്ലഷ് യൂസ് ചെയ്യാൻ നല്ല 2 കവളത്ത് കുറച്ച് ബ്ലഷ് യൂസ് ചെയ്യാം. ബ്ലഷ് നമ്മൾ ഇതിനകത്ത് ഞാൻ എന്താ പറയുക ലിപ്സ്റ്റിക് തന്നെയാണ് ബ്ലഷ് ആയിട്ട് യൂസ് ആക്കിട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചെടുത്തിട്ട് കുറച്ചെടുത്തിട്ട് നമുക്ക് ബ്ലഷ് യൂസ് ആക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക്. അപ്പം നിങ്ങൾ എന്താ പറയുക, എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ ഇപ്പോൾ ഈ മാറ്റിയ ലുക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുകൊണ്ടു. പിന്നെ ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ. നമുക്ക് ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ എന്തായാലും മാറ്റി നമ്മൾ സെറ്റ് ആയതല്ല. അപ്പോൾ നമുക്ക് ഡ്രസ്സ് ഒരുങ്ങിയിട്ട് ഞാൻ വരാം. ഡ്രസ്സ് ഒരുങ്ങിയിട്ട് നമുക്ക് എങ്ങനെയുണ്ട് നോക്കട്ടോ. ഇതിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. എന്താ പറയുക, ഇത് നമ്മൾ 90-ന് നമ്മൾ ഡ്രസ്സ് എടുക്കുമല്ലോ. നമ്മൾ പ്രസവത്തിന് കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഡ്രസ്സ് എടുക്കും. അതുപോലെ നമ്മൾ 90-ന് ഡ്രസ്സ് എടുക്കും കേട്ടോ. അന്ന് ഈ ഡ്രസ്സിൽ എന്താ പറയുക, ഭയങ്കര തടിച്ചായിട്ടൊരു 80-ൻ്റെ അടുത്ത് ഞാൻ വെയിറ്റ് ഉണ്ടായിരുന്നു. ഞാൻ പറയണത് ഒരു 80 കിലോൻ്റെ ഒക്കെ അടുത്ത് ഞാൻ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ലൊരു തടിച്ച് കണ്ടിട്ട് ഇതിട്ടപ്പം ഇപ്പം എൻ്റെ വെയിറ്റ് ഒരു എന്താ പറയുക 56 57 അതിൻ്റെ ഉള്ളിലാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, അപ്പോൾ നമുക്കിനി ഇതെൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു വൈറ്റ് ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ എന്താ പ്രസവത്തിന് കൊണ്ടുപോകല് ഞാൻ സാധാരണ നമ്മളെല്ലാവരും വൈറ്റല് എടുക്കുക. പക്ഷെ ഞാനത് നേരെ മറിച്ച് എന്താ പറയുക, ഒരു ന്യൂഡായിട്ടുള്ള ഒരു ഫ്രോക്കായിട്ടാട്ടോ ഞാൻ എടുത്തത്, വൈറ്റല്ല എടുത്തത്. അപ്പോൾ ഞാൻ വൈറ്റ് എടുക്കാത്തതിൻ്റെ വിഷമം എന്തായാലും ഞാൻ 90 നല്ലൊരു വൈറ്റായിട്ട് അന്ന് ഇങ്ങനെ ഒരു മോഡലാണ്. ഇതുപോലെ ഇവിടെ കളർ ചേഞ്ച് ഇങ്ങനെ വരുന്നത് ഇങ്ങനത്തെ ഒരു മോഡൽ ഇറങ്ങിയിരുന്നു. പിന്നെ അതുപോലെ ഷാൾ ഇതുപോലെ മഞ്ഞ, അതുപോലെ ഇതിൻ്റെ പല പല കളർ ചേഞ്ച് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് വൈറ്റാണ്. അപ്പോൾ നമുക്ക് ഈ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടുള്ള ലുക്ക് എനിക്ക് ഞാൻ പറഞ്ഞില്ല ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാണ്. ഈ വൈറ്റും എന്താ പറയുക ഈ യെല്ലോ പോലത്തെ ഈ ഒരു ഷാളും ഈ ഒരു ഡ്രസ്സിൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. നല്ല
അടിപൊളി ലുക്കായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യമായിട്ടൊരു ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ചെയ്യണത്. എന്താ പറയാ, അപ്പൊ ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു കേട്ടോ. ഞാൻ മേക്കപ്പ് പ്രൊഡക്റ്റിനെ പറ്റിയിട്ടൊക്കെ സംസാരിച്ചത്. അപ്പൊ എല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മസ്റ്റായിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എന്താ പറയുക, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളെ കമൻറ്റ് ഇഷ്ടപ്പെട്ട എന്താ നിങ്ങളെ കമൻറ്റിൽ അറിയിക്കൊണ്ട്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കൊണ്ടു. വ്ളോഗായിട്ടും എല്ലാവരും ഇടാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ വിശേഷം ഇത്രയുള്ളൂ. ബൈ.